എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു മയണൈസാണ് ഉണ്ടാക്കുന്നത്. ഇതിനകത്തേക്ക് കോഴിമുട്ട ചേർക്കുന്നില്ല എന്നതാണ് പ്രത്യേകത. നിങ്ങൾ പാല് വാങ്ങിച്ചിട്ട് ഇത്തിരി കേടായിപ്പോയി എന്ന് തോന്നുകയാണെങ്കിലോ, അല്ലെങ്കിൽ പാല് തന്നെ ഉപയോഗിച്ചിട്ട് ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ളൊരു മയണൈസ് തയ്യാറാക്കാം എന്ന് തോന്നുമ്പോഴോ, ഹെൽത്തി ആയിട്ടുള്ളൊരു മയണൈസ് തയ്യാറാക്കാം എന്ന് അന്വേഷിക്കുന്നവർക്കോ ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ പാലിൽ നിന്ന് പിരിച്ചെടുത്തിട്ടുള്ള കാവ ഓർ മാവ, അങ്ങനെ എന്തോ ഹിന്ദിയിൽ പറയും, ആ ഒരു സംഭവം ചേർത്തിട്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇനിയിപ്പോൾ നിങ്ങൾ പെട്ടെന്ന് മയണൈസ് ഉണ്ടാക്കാൻ നിൽക്കുമ്പം മുട്ടയില്ല, അപ്പോൾ കയ്യിലുള്ളത് പാലാണ് എന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ എന്തായാലും ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് നമുക്കതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ബോട്ടിലിൽ കാണുന്ന പാല് UHD മിൽക്കല്ലേ ഉപയോഗിക്കുക എന്ന് കരുതിയിട്ട് വാങ്ങിച്ചതാണ്. ഇതിൻ്റെ മുന്നേ വാങ്ങിച്ചത് നാദക്കിൻ്റെ ആയിരുന്നു. അതിന് പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിനകത്തുള്ള പ്രശ്നം എന്താണെന്ന് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ എന്തായാലും പാല് ഞാൻ ആ പാത്രത്തിലേക്ക് ഒഴിച്ചു. ഈ പാല് വാങ്ങിച്ചതിന് ശേഷം ഞാൻ വെറുതെ കുടിച്ചു നോക്കി, ഒരു സിപ്പ് കുടിച്ചു നോക്കിയപ്പോൾ എനിക്ക് എന്തോ ഒരു വ്യത്യാസം തോന്നിയപ്പോഴാണ് ഇതിൻ്റെ സൈഡ് പാക്ക് നന്നായിട്ട് ശ്രദ്ധിച്ചത്. അപ്പോൾ ഇതിനകത്ത് മിൽക്ക് പൗഡറിൽ നിന്ന് ഉണ്ടാക്കിയതാണ്. പിന്നെ സ്റ്റെബിലൈസറിൽ പറയുന്നത് വെജിറ്റബിൾ ഓയിലൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇനി ഇത് വാങ്ങിക്കേണ്ട, ഇനി ഇത് തിളപ്പിച്ച് കഴിയുമ്പോൾ ഇനിയിപ്പോൾ ആ ഓയിൽ പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ എന്നൊക്കെ കരുതിയിട്ടാണ് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാമെന്ന് കരുതിയത്. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ ഇനി ഇത് വാങ്ങിക്കണ്ട കേട്ടോ, ഇതിൻ്റെ ബോട്ടിലുള്ള വാങ്ങിച്ചാൽ മതി. അൽമറായുടെ തന്നെ ബോട്ടിലുള്ള പാലിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിത് തീ കത്തിച്ചിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് വെട്ടി തിളച്ച് വരുമ്പോൾ ഇത് പിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വിനാഗിരി ചേർത്ത് കൊടുക്കാം. വിനാഗിരിയോ അല്ലെങ്കിൽ നാരങ്ങയോ ചേർത്ത് കൊടുക്കാം. ഞാൻ 3 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുത്തിട്ട് അത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ തന്നെ ഇതിനകത്തുള്ള ആ വെള്ളത്തിൻ്റെ അംശം ഒരു നേരിയൊരു മഞ്ഞ നിറാവും, അത്രയും മതി. അപ്പോൾ നമുക്കത് പാകമായിട്ട് പിരിഞ്ഞ് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ തീ ഓഫ് ചെയ്തിട്ട് ഇത് നമുക്കൊരു ചെറിയൊരു ടവലിലേക്കോ അല്ലെങ്കിൽ ഒരു സ്ട്രെയിനറിലേക്കോ എന്തെങ്കിലും വെച്ചിട്ട് ഊറ്റിയെടുക്കാം. അപ്പോൾ ഇങ്ങനെ ഊറ്റിയെടുത്തതിന് പെട്ടെന്ന് തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നോർമൽ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനെ ഒരു മിക്സി ജാറിലേക്ക് ചേർത്തിട്ട് നമുക്ക് അരച്ചെടുക്കണം. അപ്പോൾ വെള്ളമൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഇതൊരു 4-5 ടേബിൾ സ്പൂണൊക്കെ വരുള്ളൂ. ഒരു മാക്സിമം 50 ഗ്രാമൊക്കെയാണ് ഇത് കിട്ടിയിട്ടുള്ളത്. മയണൈസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സി ജാർ എടുത്തിട്ട് അതിനകത്തേക്ക് ഞാൻ 2 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗാർലിക് പൗഡർ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 1/2 ടീസ്പൂണ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഉപ്പും കുരുമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. വൈറ്റ് പെപ്പർ പൊടി ഉണ്ടെങ്കിൽ അത് മതിയാകും. അതൊന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ഈ പിരിച്ചെടുത്ത ഈ പ്രോട്ടീൻ കണ്ടൻറ്റിനെ കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അരച്ചെടുത്ത് വന്നു. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് എക്സ്ട്രാ വെളിച്ചെണ്ണ ഒലിവ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ മയണൈസ് ഉണ്ടാക്കുമ്പോൾ സാധാരണ ഓയിലാണ് ചേർക്കാറുള്ളത്. അത് ഒഴിവാക്കിയിട്ട് വെർജിൻ ഒലിവ് ഓയിലിൽ ചേർത്തപ്പോഴാണ് ഇത് ഹെൽത്തി ആയിട്ടുള്ളത്. കുറച്ചുകൂടെ വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് ഞാൻ അരച്ചെടുക്കുകയാണ്. ഇപ്പോൾ ദാ വെള്ളം കൂടെ ചേർത്ത് അരച്ചെടുത്തപ്പോൾ പാകം കട്ടിക്കായിട്ടുണ്ട്. നമ്മൾ ലോ കാർബ് ഫോളോ ചെയ്യുമ്പോൾ ഇത്രയൊക്കെ ഒരു കട്ടിയിൽ മതിയാകും. ഇനിയിപ്പോൾ വെജിറ്റബിൾസിലേക്ക് സലാഡിലേക്കോ ഇനി ഷവർമ ടൈപ്പിൽ ഉണ്ടാക്കുകയാണെങ്കിലൊക്കെ നമുക്ക് കുറച്ച് കട്ടിയിലാണ് നല്ലത്. കാരണം ഇത് നമ്മൾ കുബൂസിനകത്ത് വെച്ചിട്ടൊന്നും ഫില്ല് ചെയ്ത് കഴിക്കുന്നതല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം കട്ടിയിൽ ഇതുപോലെ എടുക്കുകയാണ് നല്ലത്. ഇനി നോർമൽ ഫോളോ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാകത്തിന് കുറച്ചും കൂടെ ഒക്കെ വേണമെങ്കിൽ ലൂസാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് സ്റ്റോർ ചെയ്യാനായിട്ടുള്ള ഒരു ബോട്ടിലേക്ക് മാറ്റുകയാണ്. ഇതിനകത്തേക്ക് വെള്ളം ചേർത്തത് കൊണ്ട് മാക്സിമം 8 or 10 ദിവസമൊക്കെ കേടാകാതിരിക്കുള്ളൂ കേട്ടോ. മുൻപ് നമ്മൾ തൈന സോസ് ചെയ്തപ്പം വെള്ളം ചേർത്തിരുന്നു. അപ്പോൾ അതൊരു 2 ആഴ്ചയൊക്കെയാണ് നന്നായിട്ട് കേടാകാതിരുന്നത്. പിന്നീട് 3-ാമത്തെ ആഴ്ചയ്ക്ക് ശേഷം എടുത്തു കഴിഞ്ഞപ്പോൾ അത് കേടായിരുന്നു. അപ്പോൾ വെള്ളം ചേർത്ത സാധനങ്ങൾ മാക്സിമം ഒരു 2 ആഴ്ചയൊക്കെ കേടാകാട്ടെ ഫ്രിഡ്ജിലാണെങ്കിലും ഇരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ സൂപ്പർ ടേസ്റ്റാണ്. ഉപ്പും പുളിയും ഒക്കെ പാകത്തിനുണ്ട്. പാല് പിരിച്ചെടുക്കാൻ വേണ്ടി ചേർത്ത ആ ഒരു വിനാഗിരി തന്നെയാണ് ഇതിന് പുളി നൽകിയിട്ടുള്ളത്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പിന്നെ പുളിയുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇനി നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ പുളി കുറഞ്ഞു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഹെൽത്തി പ്രോട്ടീൻ റിച്ച് മയണൈസ് റെഡി ആയിട്ടുണ്ട്. വർക്കൗട്ട് ചെയ്യുന്നവർക്കും ഡയറ്റ് ചെയ്യുന്നവർക്കും ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി നിങ്ങൾ പാലൊക്കെ വാങ്ങിച്ചിട്ട് കേട് വരികയാണെന്ന് തോന്നുകയാണെങ്കിൽ പ്രത്യേകിച്ചും നിങ്ങൾ പിരിച്ചെടുക്കുമ്പോൾ ചിലപ്പം പുളിയൊന്നും ചേർക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല, അത് തന്നെ പിരിഞ്ഞ് വരും.
അപ്പോൾ ഓയിലാണ് ചേർക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻഫ്ലമേഷൻ കൂടും, പിന്നെ ഹോർമോൺ വ്യതിയാനങ്ങൾ ഉണ്ടാകും. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത വീഡിയോസ് കണ്ട എല്ലാവർക്കും നന്ദി. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. അതുവരെ ബൈ.